കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും അറിയാം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക സമാധാനത്തിനു വേണ്ടി ലിയോ 14 പാപ്പ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മാർപ്പാപ്പയെ സന്ദർശിച്ചു. ബഹ്റിനിൽ സർവമത പ്രാർത്ഥനാ സമ്മേളനം നടന്നു. ഫ്രാൻസിൽ ഈസ്റ്റർ ദിനത്തിൽ മാമോദിസ സ്വീകരിച്ചത് 20,000-ഓളം പേർ. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന്റെ 100-ാം ജന്മദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ലോക സമാധാനത്തിനു വേണ്ടി ലിയോ 14 പാപ്പ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മുൻകൂട്ടി അറിയിച്ചിരുന്നതുപോലെ ഏപ്രിൽ 11 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ലോക സമാധാനത്തിനു വേണ്ടിയുള്ള ജാഗരണ പ്രാർത്ഥന നടന്നു. ലിയോ പാപ്പ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജപമാലയിലെ മഹിമയുടെ രഹസ്യങ്ങൾ ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. 5 ഭൂഖണ്ഡങ്ങളെയും പ്രതിനിധീകരിച്ച് 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവർ സമാധാന രാജ്ഞിയായ മാതാവിന്റെ രൂപത്തിനു മുൻപിൽ മെഴുകുതിരികൾ കത്തിച്ചു. ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ സന്ദേശം നൽകി. യുദ്ധം വിഭജനം സൃഷ്ടിക്കുകയും പ്രത്യാശ എല്ലാവരെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഒരേ താളത്തിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് നമ്മെ ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് മറ്റ് പഴയ പ്രാർത്ഥനാ രീതികളെ പോലെ ജപമാലയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനങ്ങൾ മൂലം അപകടത്തിലായ മറ്റു മനുഷ്യരുടെ അനന്തമായ അന്തസ്സിന്റെ കാര്യത്തിൽ സഭ സമാധാനത്തിന്റെ സുവിശേഷം പ്രഖ്യാപിക്കുകയും മനുഷ്യരുടെ മുൻപാകെ ദൈവത്തെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു, പാപ്പ പറഞ്ഞു. ഏപ്രിൽ 5-ാം തീയതിയാണ് ഏപ്രിൽ 11-ാം തീയതി സമാധാനത്തിനു വേണ്ടിയുള്ള ജാഗരണ പ്രാർത്ഥനാ ദിനം ആചരിക്കുമെന്ന് പാപ്പ അറിയിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മാർപ്പാപ്പയെ സന്ദർശിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലിയോ പാപ്പയെ സന്ദർശിച്ചു. ആദ്യമായിട്ടായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ലിയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രസിഡന്റിനൊപ്പം ഭാര്യ ബ്രിജിത്തും ഉണ്ടായിരുന്നു. അപ്പസ്തോലിക് പാലസിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടുനിന്നു. വളരെ സന്തോഷകരമായ കൂടിക്കാഴ്ചയായിരുന്നു നടന്നതെന്നും ഫ്രാൻസ് എല്ലായ്പ്പോഴും സംവാദത്തിനും നീതിക്കും സാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണെന്നും ഇമ്മാനുവൽ മാക്രോൺ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ബഹ്റിനിൽ സർവമത പ്രാർത്ഥനാ സമ്മേളനം നടന്നു. അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിന്റെയും ബഹ്റിൻ രാജ്യത്തിന്റെ പരമാധികാരിയായ രാജാവ് ഹമാദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി സർവമത പ്രാർത്ഥനാ സമ്മേളനം നടത്തി. മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളുടെ സാഹചര്യത്തിലായിരുന്നു പ്രാർത്ഥനാ സമ്മേളനം. വ്യത്യസ്ത പാരമ്പര്യങ്ങൾ, വ്യത്യസ്ത വിശ്വാസങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന മനോഹരമായ രാജ്യത്ത് സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഏവരും ഒത്തുചേർന്നിരിക്കുന്നതെന്ന് പ്രാർത്ഥനയുടെ തുടക്കത്തിൽ വടക്കൻ അറേബ്യയിലെ അപ്പസ്തോലിക വികാരി മോൺസിഞ്ഞോർ ആൽഡോ ബെറാർഡി പറഞ്ഞു. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ സങ്കീർത്തനവും സുവിശേഷ പാരായണവും നടത്തിയ ശേഷം ഇംഗ്ലീഷിലും അറബിയിലും വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകൾ നടന്നു. ഫ്രാൻസിൽ ഈസ്റ്റർ ദിനത്തിൽ മാമോദിസ സ്വീകരിച്ചത് 20,000-ഓളം പേർ. ഫ്രാൻസിൽ ഈസ്റ്റർ ദിനത്തിൽ പ്രായപൂർത്തിയായ 20,000-ഓളം പേർ മാമോദിസ സ്വീകരിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് റെക്കോർഡാണ്. ഫ്രഞ്ച് ബിഷപ്സ് കോൺഫറൻസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഈസ്റ്റർ ദിനത്തിൽ 8,200 കൗമാരക്കാരും 13,200 മുതിർന്നവരുമാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. 26-നും 40-നും ഇടയിൽ പ്രായമുള്ളവർ 2-ാം സ്ഥാനത്തുമുണ്ട്. ആകെയുള്ളതിൽ 62% സ്ത്രീകളാണ്. പാരീസിലാണ് ഏറ്റവും കൂടുതൽ മാമോദിസ നടന്നത്. മാർസിലിയും ലിയോണും 2-ഉം 3-ഉം സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം ആളുകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുവെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന്റെ 100-ാം ജന്മദിനം ആഘോഷിച്ചു. പാലാ രൂപതയുടെ ദ്വിതീയ ബിഷപ്പ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന്റെ 100-ാം പിറന്നാൾ ആഘോഷിച്ചു. മാർ പള്ളിക്കാപ്പറമ്പിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, മാർ ജോസഫ് കല്ലറിങ്ങാൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, മാർ ജേക്കബ് മുരിക്കൻ, മാർ ഓഗിൻ കുര്യാക്കോസ്, വിവിധ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആയിരത്തി 1927 ഏപ്രിൽ 10 മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന്റെ ജനനം. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്തകളുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.